നമസ്കാരം. 2023 ഒക്ടോബർ 7 ഹമാസ് നടത്തിയ ആക്രമണത്തിന്റെ മുറിവുകൾ ഇനിയും ഉണങ്ങിയിട്ടില്ല. അത്തരത്തിലുള്ളൊരു വാർത്തയാണ് പുറത്തു വരുന്നത്. ഹമാസ് ആക്രമണത്തിൽ കൊല്ലപ്പെട്ട കാമുകിയുടെ കല്ലറയ്ക്കരികെ യുവാവ് ജീവനൊടുക്കി. ആക്രമണത്തിൽ കൊല്ലപ്പെട്ട കാമുകിയുടെ കല്ലറയ്ക്ക് സമീപം 30-കാരനായ ബാർ അഷ്റഫ് എന്ന യുവാവാണ് സ്വയം വെടിയുതിർത്ത് ജീവനൊടുക്കിയത്. നോവ മ്യൂസിക് ഫെസ്റ്റിവലിൽ കൊല്ലപ്പെട്ട ലിറോൺ ബർദ എന്ന യുവതിയുടെ കല്ലറയ്ക്കരികിലാണ് യുവാവിനെ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. വെസ്റ്റ് ബാങ്കിലെ എൽഖാന സെമിത്തേരിയിൽ കഴിഞ്ഞ ശനിയാഴ്ചയാണ് സംഭവം. കുടുംബാംഗങ്ങൾ തിരച്ചിൽ നടത്തുന്നതിനിടയിലാണ് ലിറോണിന്റെ കല്ലറയ്ക്കരികിൽ രക്തത്തിൽ കുളിച്ചു കിടക്കുന്ന നിലയിൽ ബാർ അഷ്റഫിനെ സഹോദരി കണ്ടെത്തിയത്. സമീപത്ത് തോക്കും കിടന്നിരുന്നു. രക്ഷാപ്രവർത്തകർ സ്ഥലത്തെത്തിയെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. ബാറിന്റെ മരണത്തെക്കുറിച്ച് സഹോദരി ലഹി ഇസ്രായേൽ മാധ്യമത്തോട് പ്രതികരിച്ചത് ഇങ്ങനെയാണ്: ഞങ്ങൾ മറ്റൊരു സഹോദരന്റെ വിവാഹ ചടങ്ങിലായിരുന്നു. കുറച്ചു സമയം കഴിഞ്ഞപ്പോൾ അവൻ ആരോടും പറയാതെ അവിടെ നിന്ന് പോയി. സാധാരണ ഒറ്റയ്ക്കിരുന്ന് ചിന്തിക്കാൻ പോകാറുള്ളതിനാൽ ആദ്യം ആശങ്ക തോന്നിയില്ല. പിന്നീട് തിരഞ്ഞപ്പോൾ ലിറോണിന്റെ കല്ലറക്കരികിൽ അവനെ കിടക്കുന്നതായി കണ്ടു. ആദ്യം വിളിച്ചുണർത്താൻ ശ്രമിച്ചു. പിന്നീടാണ് അവൻ രക്തത്തിൽ കുളിച്ചു കിടക്കുകയാണെന്ന് മനസ്സിലായത്. സമീപത്തുണ്ടായിരുന്ന തോക്കിൽ കാല് തട്ടിയപ്പോഴാണ് എന്താണ് സംഭവിച്ചതെന്നത് മനസ്സിലായതെന്നും ലഹി കണ്ണീരോടെ പറഞ്ഞു. താൻ ഏറ്റവും കൂടുതൽ ഉണ്ടായിരിക്കാൻ ആഗ്രഹിച്ച സ്ഥലത്ത് ഏറ്റവും കൂടുതൽ സ്നേഹിച്ച പെൺകുട്ടിക്കൊപ്പം അവൻ തന്റെ ജീവിതം അവസാനിപ്പിച്ചുവെന്ന് സഹോദരി കൂട്ടിച്ചേർത്തു. നോവ ഫെസ്റ്റിവലിൽ ബാർ മാനേജറായി ജോലി ചെയ്യുകയായിരുന്നു ബാറിന്റെ കാമുകി ലിറോൺ ബർദ. ആക്രമണ സമയത്ത് അവിടെ നിന്ന് രക്ഷപ്പെടാൻ കഴിയുമായിരുന്നിട്ടും പരിക്കേറ്റവരെ പരിചരിക്കാൻ അവൾ അവിടെ തന്നെ തുടരുകയായിരുന്നു. ഇതിനിടയിലാണ് ലിറോണ കൊല്ലപ്പെടുന്നത്. സുഹൃത്തുക്കളും കുടുംബാംഗങ്ങളും പലതവണ ആവശ്യപ്പെട്ടിരുന്നെങ്കിലും മറ്റുള്ളവരെ ഉപേക്ഷിച്ച് പോകാൻ തയ്യാറായിരുന്നില്ല എന്നാണ് കുടുംബം പറയുന്നത്. കാമുകിയുടെ വേർപാടിന് ശേഷം ബാർ അഷ്റഫ് വലിയ മാനസിക വിഷമത്തിലൂടെയാണ് കടന്നുപോയതെന്ന് ബന്ധുക്കൾ വ്യക്തമാക്കുന്നു. കാമുകിയുടെ മരണശേഷം ബാർ അഷ്റഫ് ഒരിക്കലും പഴയ ജീവിതത്തിലേക്ക് മടങ്ങിയിട്ടില്ലെന്ന് അമ്മ ബ്രാഖ പറയുന്നു. ലിറോൺ തന്റെ മകന്റെ ആത്മാവിന്റെ ഭാഗം തന്നെയായിരുന്നുവെന്നും ആ നഷ്ടം അവനെ പൂർണ്ണമായി തളർത്തിക്കളഞ്ഞുവെന്നും അവർ പറഞ്ഞു. ആക്രമണത്തിന് പിന്നാലെ 3 ദിവസം ലിറോണിനെക്കുറിച്ച് വിവരമൊന്നും ലഭിക്കാതിരുന്നത് മകനെ അതീവ മാനസിക സമ്മർദ്ദത്തിലാക്കിയിരുന്നു. പിന്നീട് ലിറോണിന്റെ കുടുംബത്തോടൊപ്പം സമയം ചെലവഴിക്കുകയും അവളുടെ ഓർമ്മയ്ക്കായി ശരീരത്തിൽ ടാറ്റു പതിക്കുകയും അവളുടെ അമ്മയ്ക്ക് പൂച്ചെണ്ടുകൾ കൊടുക്കുകയും ചെയ്തിരുന്നുവെന്നും അവർ പറഞ്ഞു. ജീവിതം അവസാനിപ്പിക്കുന്നതിന് തൊട്ടുമുമ്പ് ലിറോൺ ഇല്ലാതെ ജീവിക്കാൻ കഴിയില്ല, ഞാൻ അവളെ ഒരുപാട് മിസ് ചെയ്യുന്നു, എന്നെ പ്രോത്സാഹിപ്പിക്കാൻ ഇനി ആരുമില്ല എന്ന് തന്റെ മകൻ പറഞ്ഞിരുന്നതായും ആ അമ്മ വെളിപ്പെടുത്തി. ഞായറാഴ്ച നഹാൽ റബ്ബ സെമിത്തേരിയിൽ ബാർ അഷ്റഫിന്റെയും സംസ്കാരം നടന്നു. നോവ ആക്രമണത്തെ അതിജീവിച്ചവർക്കും കുടുംബങ്ങൾക്കും മാനസിക പിന്തുണ നൽകുന്ന സേഫ് ഹാർട്ട് എന്ന സംഘടനയുടെ ചെയർമാൻ ഷിറാൻ മാവർ ഈ ദുരന്തം ഞങ്ങളുടെ ഹൃദയം തകർത്തിരിക്കുകയാണെന്നും കുടുംബത്തിന്റെ ദുഃഖത്തിൽ പങ്കുചേരുന്നതായും പ്രതികരിച്ചു. ആക്രമണത്തെ അതിജീവിച്ചവരിൽ പലരും കടുത്ത മാനസിക സംഘർഷം അനുഭവിക്കുന്നതായിട്ടാണ് വിവിധ റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. 2024 ഏപ്രിലിലെ റിപ്പോർട്ടുകൾ പ്രകാരം ആക്രമണത്തിന് ശേഷമുള്ള 6 മാസത്തിനിടെ 50-ലധികം പേർ ആത്മഹത്യ ചെയ്തതായി റിപ്പോർട്ടുകളുണ്ടായിരുന്നു. പിന്നീട് സമാനമായ മറ്റ് സംഭവങ്ങളും റിപ്പോർട്ട് ചെയ്യപ്പെട്ടു. കഴിഞ്ഞ വർഷം 28-കാരനായ റോയി ഷാലേവ് സ്വയം തീ കൊളുത്തി ജീവനൊടുക്കിയ സംഭവം വലിയ ശ്രദ്ധ നേടിയിരുന്നു. ആക്രമണത്തിനിടെ കാമുകി മാപ്പൽ ആദമും സുഹൃത്ത് ഹില്ലി സോളമനും തന്റെ കൺമുൻപിൽ അന്നേ ദിവസം കൊല്ലപ്പെടുന്നത് കണ്ട ഷാൽവിന് വെടിയേറ്റ ശേഷവും മണിക്കൂറുകളോളം മരിച്ചതായി അഭിനയിച്ച് കിടക്കേണ്ടി വന്നിരുന്നു. മരണത്തിന് മുമ്പ് ഈ വേദന എനിക്ക് താങ്ങാൻ കഴിയില്ല എന്ന സന്ദേശമാണ് അദ്ദേഹം പങ്കുവച്ചത്. അതേപോലെ 2025 ഹമാസ് ആക്രമണത്തിൽ കൊല്ലപ്പെട്ട സ്ലാവ ഗില്ലറുടെ അമ്മ യെലേന ഗില്ലറും സ്വയം ജീവനൊടുക്കിയിരുന്നു. മകന്റെ മരണശേഷം കടുത്ത മാനസികാഘാതത്തിലൂടെ കടന്നുപോയിരുന്ന യെലേനയെ ഇടയ്ക്കിടെ ആശുപത്രിയിൽ പ്രവേശിപ്പിക്കേണ്ടി വന്നിരുന്നുവെന്ന് കുടുംബം വ്യക്തമാക്കിയിരുന്നു. പിന്നീട് കാർമൽ സെമിത്തേരിയിൽ മകന്റെ കല്ലറക്കരികിലായിരുന്നു യെലേനയും സംസ്കരിച്ചത്. ഒക്ടോബർ 7 ആക്രമണം സൃഷ്ടിച്ച മാനസിക മുറിവുകൾ ഇന്നും അനേകം കുടുംബങ്ങളുടെയും അതിജീവിതരുടെയും ജീവിതത്തെ ആഴത്തിൽ ബാധിച്ചുകൊണ്ടിരിക്കുകയാണെന്നാണ് ഈ സംഭവങ്ങളെല്ലാം തന്നെ ഓർമ്മിപ്പിക്കുന്നത്.